Welcome back, my dear children. Assalamu alaikum wa rahmatullahi wa barakatuh. Moving on to lesson 15. Okay. ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഹർഫാണ് ള. ള, ലി, ലു, ല്, ലൻ, ലിൻ, ലുൻ. Okay, la, la, li, lu, l, lun, lin, lun. La, la, li, lu, l, lun, lin, lun. Okay. ഇനി ലെസണിലെ മെയിൻ വേർഡ് വായിക്കാൻ പോവാണ്. ലൗഅൻ, ലൗഅൻ, ലൗഅൻ. ലൗഅൻ എന്നതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? ലൈറ്റ്. LIGHT, LIGHT. ലൗഅൻ, ലൈറ്റ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചം അല്ലേ? വെളിച്ചം, പ്രകാശം. അതിനെയാണ് ലൗഅൻ എന്ന് പറയുക. ഓക്കെ. പിന്നെ ള കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ളറബ, ളറബ, ളറബ. നെക്സ്റ്റ് ലി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ലിഅസുൻ, ലിഅസുൻ, ലിഅസുൻ. ഓക്കെ. നെക്സ്റ്റ് ലു കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ലുഅഫുൻ, ലുഅഫുൻ, ലുഅഫുൻ. നെക്സ്റ്റ് ഈ ലെസണിലെ മെയിൻ വേർഡ് തന്നെ ലൗഅൻ, ലൗഅൻ, ലൗഅൻ. നെക്സ്റ്റ് ലഹ്കുൻ, ലഹ്കുൻ, ലഹ്കുൻ. നെക്സ്റ്റ് അളുഅഫുൻ, അളുഅഫുൻ, അളുഅഫുൻ. ഓക്കെ. അപ്പോൾ ഈ ള എന്നുള്ളത് ഉച്ചരിക്കാൻ പഠിക്കുക. അത് മെല്ലെ മെല്ലെ ശരിയായിക്കോളും. കുഞ്ഞു മക്കളാണ്, കുഴപ്പമില്ല. അപ്പം അതങ്ങനെ തന്നെ ഉച്ചരിച്ച് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ. ഇനി ഈ ലെസണിലെ വർക്കുകൾ ചെയ്തിട്ട് മാമിനെ അയച്ചു തരണം. മുന്നത്തെ ലെസണിലെ പോലെ തന്നെ ഹർഫും മെയിൻ വേർഡും 10 ടൈംസ് ഷീറ്റിൽ എഴുതിയിട്ട് മാമിന് കാണിച്ചു തരിക. പിന്നെ മറ്റുള്ള വേർഡ്സുകൾ ആ ടെക്സ്റ്റ് ബുക്കിലെ കോളത്തിൽ 3 ടൈംസ് എഴുതിയിട്ട് അതും അയച്ചു തരിക. ഓക്കെ. ഇനി പേജ് നമ്പർ 36. അതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മാം പറഞ്ഞു തരാം. ഇദിസ്തൈഖള മിനൻ നൗം, ഇദിസ്തൈഖള മിനൻ നൗം. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ എന്താ പറയേണ്ടതെന്നാണ്. ഉറക്കിൽ നിന്ന് നമ്മൾ ഉണരുമ്പോൾ എന്താ ചൊല്ലുക? അത് ആ പ്രാർത്ഥനയാണ് താഴെ എഴുതിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഇതെല്ലാവരും ചൊല്ലാറുണ്ടോ? എല്ലാവരും, എൻ്റെ മക്കളെല്ലാവരും ഇത് ചൊല്ലിയിട്ട് വേണം രാവിലെ ഉറക്കിൽ നിന്ന് ഉണരാൻ. അപ്പോൾ അള്ളാഹു നമ്മളുടെ ഉറക്കം എന്ന് പറയുന്നത് ഒരു മരണമാണ് അല്ലേ? ചെറിയ മരണമാണ് ഉറക്കം എന്ന് പറയും. അപ്പോൾ മരണത്തിൽ നിന്ന് നമ്മളെ ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. എങ്ങനത്തെ അള്ളാഹുവാണ്? നമ്മളെ ജീവിപ്പിച്ചു. ഒരു മരണത്തിന് ശേഷം നമ്മളെ ജീവിപ്പിച്ചു. അതായത് ഉറക്കം എന്ന ഒരു മരണം. നമ്മൾ മരിച്ച പോലെ തന്നെയാണ് ഉറങ്ങും പോലെ.
ചെറിയൊരു മരണമാണെന്ന് പറയാം. അതിൽ നിന്ന് നമുക്ക് വീണ്ടും നമുക്ക് ഉണർച്ച തന്നു നമ്മളെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചു അല്ലേ. അപ്പോൾ അതിനാണ് ആ അള്ളാഹു എത്ര ആ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് നമ്മൾ. ആ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും എന്നാണ് പറയുന്നത്. വൈലേഹി നുഷൂർ, അവനിലേക്ക് തന്നെയാണ് നമ്മളെ മടക്കും അല്ലേ. അവസാനം അള്ളാഹുവിലേക്ക് തന്നെയല്ലേ നമ്മളെ മടക്കും. അപ്പോൾ ആ പ്രാർത്ഥന എല്ലാവരും മക്കൾ അത് പഠിച്ചിട്ട് ആ പ്രാർത്ഥന പതിവാക്കണം കേട്ടോ. ഓക്കെ. പിന്നെ അടുത്തത് ഇന്ദ ദുഖൂലിൽ മൻസിൽ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ. നമ്മൾ പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കില്ല, വീട്ടിലേക്ക് വരുമ്പോൾ എന്താ പറയണ്ടേ? ബിസ്മില്ല. അപ്പം എല്ലാ കാര്യത്തിൻ്റെ തുടക്കത്തിലും പറയുന്ന ഒരു ഇതാണ് അല്ലേ ബിസ്മില്ല. അത് തന്നെയാണ് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും പറയേണ്ടത്, ബിസ്മില്ല. അപ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പതിവാക്കുക. അപ്പോൾ ഈ ദുആകളൊക്കെ എൻ്റെ മക്കൾ പതിവാക്കണം, പഠിച്ചിട്ട് എന്നും അതൊക്കെ പതിവായി ചൊല്ലണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പതിവാക്കുമ്പോൾ എല്ലാ നിമിഷത്തിലും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക കാവൽ നമുക്കൊക്കെ ഉണ്ടാവും അല്ലേ. അള്ളാഹുടെ കാവലില്ലെങ്കിൽ എന്താ, ഒന്നും നമുക്ക് ഇല്ല, ഒന്നും സാധിക്കില്ല. അപ്പോൾ എല്ലാ സെക്കൻഡിലും നമ്മൾക്ക് അള്ളാഹുവിൻ്റെ കാവലിലാവും നമ്മളുടെ ജീവിതം. അപ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പതിവാക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതോടെ ഈ ലെസൺ കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.